ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ വന്നിട്ട് മാഷിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അതിന് ശേഷം പറയുന്നുണ്ട്, അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, പ്രഷർ വേരിയേഷനൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നാളെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയുകയാണ്. പിന്നെ ഇവിടെ ഒരാൾ മാത്രം നിന്നാൽ മതി, ഇത്രയും ആൾക്കാരൊന്നും ഹോസ്പിറ്റലിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ലേറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കാം, ഇവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട്, അവിടെ ചെന്നിട്ട് ഇത്തിരി കഞ്ഞി മേടിച്ച് കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ അമ്മ പറയാണ്, അമ്മ നിന്നോളാന്ന് പറയുമ്പോൾ വിനായകൻ പറയും, അമ്മ ഒന്നും നിൽക്കണ്ട, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, ഞാൻ നിന്നോളാന്ന് പറയും. അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, എനിക്കൊരു വയ്യായില്ല വിനായക, അച്ഛന് വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ നിന്നോളാന്ന് പറയുകയാണ്. അപ്പോൾ വിനായകൻ സമ്മതിക്കുന്നില്ല കേട്ടോ, വേണ്ട അമ്മേ, ഞാൻ നിന്നോളാം, ഇവിടെ ആണുങ്ങൾ ആരെങ്കിലും നിൽക്കണതിന് നല്ലതെന്ന് പറയും കേട്ടോ. അന്നേരം അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നണം കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞത് ശരി, വിനായകട്ടൻ നിൽക്കട്ടെ അമ്മ ഞങ്ങളുടെ കൂടെ പോരെന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു റൂം എടുക്കാമെന്ന് പറയും. അപ്പോൾ അത് ശരിയാണ്, എങ്കിലും അച്ഛനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൂടെ കയറി കാണാൻ സമ്മതിക്കുമോ? ആ സാറിൽ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വേദ പോയിട്ട് ചോദിച്ചു വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മാഷ കയറി കാണാം. അപ്പോൾ വേദ പറഞ്ഞിട്ട് അച്ഛാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നു എന്ന് പറയുകയാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്കറിയാം, ഞാൻ ചില കാര്യങ്ങൾ കേട്ട എൻ്റെ ഒരു വിഷമത്തിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയതാണ്, എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നറിയാം. അപ്പോൾ വിഷയം പറയാം, അത് ശരിയാണ് അച്ഛാ, ഒന്നില്ലെങ്കിൽ അച്ഛൻ പറമ്പിൽ പണിയെടുക്കുന്ന ആളല്ലേ, ഞങ്ങളെക്കാളും ആരോഗ്യം കാണും അച്ഛൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മനസ്സിൻ്റെ വിഷമാണ് ഈ രീതിയിൽ എന്നെ ആക്കി തീർത്തത്. അമ്പലത്തിൽ വെച്ചിൽ വിക്രം എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നാളെ നമ്മൾ വീട്ടിലേക്ക് എത്തുമല്ലോ, വൈകിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ കാണണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വൈകിട്ട് ഇന്ന് വിക്രം അമ്പലത്തിൽ വെച്ച് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോടും കൂടെ പറയണം, അതിനെക്കുറിച്ച് ചില വ്യക്തതകളൊക്കെ വരുത്താനുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ മാഷ്. അപ്പോൾ വിനായകനാണെങ്കിൽ ആകെ ടെൻഷനാവാണ്, മാഷിനി എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ, വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും കൂടി സത്യം തുറന്ന് പറയാൻ പോകുകയാണെന്നുള്ള കാര്യം വിനായകനും നന്ദിനിക്ക് മനസ്സിലാവാണ്. അന്നേരം വിനായകൻ നന്ദിനി വിനായകനെയും നോക്കുകയാണ്. അതിനുശേഷം മാഷ് പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളെല്ലാവരും പോയിക്കോ, എനിക്കിവിടെ ആരും വേണമെന്നൊന്നുമില്ല എന്ന് പറയുകയാണെ. ഇത്രയും നാളും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്ത് ആ ഒരു പിടിവാശിയിലാണ് ജീവിച്ചത്, എൻ്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ല, ഞാൻ വിചാരിച്ചതൊന്നും ശരിയായിരുന്നില്ല എന്നൊക്കെ പറയുകയാണെ. അന്നേരം കമലാൻ പറയണേ, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കാമെന്ന് പറയുകയാണെ. അപ്പോൾ മാഷ് പറയും, വേണ്ട നീ ഇവിടെ നിൽക്കണ്ട കമലേ എന്ന് പറയട്ടോ. അപ്പോൾ വിനായകൻ പറയും, ഞാൻ നിന്നോളാം അച്ഛാ, ഇവിടെ ഇപ്പോൾ അമ്മ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ വാശി പിടിക്കുക അമ്മയ്ക്ക് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ആരും വേണമെന്നൊന്നുമില്ല എന്ന് പറയാനിട്ട്, അത് വേണ്ട, എന്തായാലും വിനായകൻ തന്നെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് പോകുകയാണ്. ആ സമയത്ത് വിനായകനെ പിടിച്ച് നിർത്തിയിട്ട് നന്ദിനി പറയുകയാണ്, ഇന്ന് രാത്രി നിങ്ങൾ അച്ഛന് കൂട്ടുകെടുക്കാൻ പോകണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് കൊടുക്കുമ്പോൾ കമലാമ്മ വിളിക്കുകയാണ്, നന്ദിനി നീ വരുന്നില്ലേ, ഞാൻ വരാം, വിനയേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മയെന്ന് പറയുകയാണെ. അങ്ങനെ കമലാമ്മ പോകട്ടോ, നീ എന്താടി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണെ. അത് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, വീട്ടിൽ വന്നിട്ട് ചില കാര്യങ്ങൾ എല്ലാവരോടും കൂടെ സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സത്യങ്ങളൊക്കെ വിക്രം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. വിക്രം നിങ്ങളോട് എന്താ പറഞ്ഞത്, അവൻ പറഞ്ഞത് എന്നോട് പറയാനുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതായത് എപ്പോൾ വേണമെങ്കിലും ബാക്കിയുള്ളത് പറയാമെന്നല്ലേ, അതുകൊണ്ട് അവനെ കൊണ്ട് അച്ഛനത് പറയിപ്പിക്കും, അതിനു മുമ്പേ തന്നെ നിങ്ങളത് പറയണം എന്ന് പറയാൻ കേട്ടോ. എന്താ നീ പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വീട്ടുകാരും അമ്മയത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല നിങ്ങൾക്ക്, പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വെച്ച് മാറിപ്പോകാനുള്ള കഴിവൊന്നും ഇപ്പം ഇല്ലല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ അച്ഛനോട് പറയണം, അച്ഛൻ്റെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ടായാലും ഇത് വേറെ ആരോടും പറയരുതെന്ന് പറയണം. മാത്രമല്ല വേദയും വിക്രമും വേറെ ആരോടും ഇത് പറയാതിരിക്കാനും അച്ഛൻ ശ്രദ്ധിക്കാൻ നിങ്ങൾ അച്ഛനോട് പറയണം. ഇതൊക്കെ അച്ഛനനുസരിക്കൂടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ആ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. ഇതേ നോക്കിക്കേ, അച്ഛനെങ്ങാനും ഇത് ആരെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ അവസ്ഥ, വേദ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാന്നുണ്ടെങ്കിലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ശരി, ഞാൻ പറഞ്ഞു നോക്കാം, പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ റൂം എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വിക്രം റൂം എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് വേദ ചോദിക്കുകയാണ്, നന്ദിനി അടുത്ത് വിനായകനായിട്ട് കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ അതൊക്കെയാണോ ശ്രദ്ധിക്കുന്നത്, എനിക്ക് വന്ന് എനിക്ക് വിനയേട്ടനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാണ്ടായോ, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, എന്തോ കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജ പറയും, നന്ദിനി ഇനി അതിൽ പിടിച്ച് കയറേണ്ട, വേദ വെറുതെ ചോദിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ റൂം കിട്ടി, 3 ഡബിൾ റൂം എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ.
അങ്ങനെ നന്ദിനി പറയുകയാണ് ശ്രീജേടത്തിയും വിശ്വേട്ടനും അപ്പുമോളും ഒരു റൂം എടുത്തോട്ടെ, അമ്മയും വിക്രമും ഒരു റൂമും ഞാനും വേറെ ഒരു റൂം എടുത്തോളാന്ന് പറയും കേട്ടോ. അന്നേരം കമല പറയും അതെന്താ വിക്രമിനും വേദയ്ക്കും കൂടി ഒരു റൂമിൽ കിടന്നൂടെ ചോദിക്കുകയാണ്. അല്ല വിക്രം മാലിട്ടിരിക്കുകയല്ലേ ചോദിക്കും. അന്നേരം വേദ പറയണേ വിക്രമിനെ മാലയ്ക്ക് മാലിടിപ്പിക്കാന്നുണ്ടെങ്കിൽ വ്രതശുദ്ധിയോട് കൂടിയിട്ട് പോയി വരാനും വരുത്താനും എനിക്ക് അറിയാമെന്ന് പറയാം കേട്ടോ. ഓ അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി എന്ന് പറയും കേട്ടോ. ശ്രീജോറ് ഒത്തില്ല എങ്ങനെ പറയുകയാണെ അങ്ങനെ റൂം കൊടുക്കാൻ കേട്ടോ. അതിനു മുമ്പ് തന്നെ ഇതമ്മയ്ക്കും നന്ദിനി അടുത്തേക്ക് കൂടിയിട്ടുള്ള റൂം എന്ന് പറഞ്ഞിട്ട് ഒരു റൂം വിക്രം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ താക്കോല് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം വിശ്വേട്ടനുള്ള ഒരു റൂമിൻ്റെ താക്കോൽ കൊടുക്കും. പിന്നീട് വേദനയും വിക്രമിൻ്റെ റൂം തുറന്നവർ രണ്ടുപേരും അകത്ത് കയറിയിട്ട് പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ വേദ പറയാണ് വിനായകേട്ടനോട് നന്ദിനി അടുത്ത് എന്തൊക്കെയോ ഉപദേശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു, എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതാണ് അച്ഛൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയാണ് ഞാനല്ലാതെ ചെയ്തതെന്നുള്ള കാര്യം അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ ആവട്ടെ, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം പറയാണ് അതെ അവർ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട്, നമുക്കും കൂടെ പോയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതിനെന്താ ശ്രീജേടത്തിയും വിശേട്ടനും അപ്പുമോളെയും കൊണ്ട് പോകുന്നുണ്ട്, നമുക്കും കൂടെ അവരെ കൂടെ പോകാമെന്ന് പറയണേ. അവർ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോയിക്കോട്ടെ, നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് പോയിക്കൂടെയും ചോദിക്കാൻ കേട്ടോ. അന്നേരം വിക്രമിന് ചിരി വരികയാണ് കേട്ടോ. വിക്രമിന് ചിരിച്ചിട്ട് നാണത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിലും ആ ഒരു നാണത്തോടു കൂടി തന്നെ തല കുമ്പിടുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയും ശരി നമുക്ക് രണ്ടുപേർക്കും തനിച്ച് പോകാം എന്ന് പറയാൻ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പോകാൻ തീരുമാനിച്ച് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുകയും അതുപോലെ വേദയ്ക്ക് ചായ മേടിച്ചു കൊടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് വേദന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വിക്രം ആ ഒരു ഇഷ്ടം വേദയോട് കൂടി വരികയാണ്. അങ്ങനെ രണ്ടുപേരും തമാശ പറയും ചിരിക്കുകയും അതുപോലെ ഒരു ഓട്ടോ വിളിച്ച് രണ്ടുപേരും കൂടിയിട്ട് എവിടേക്കോ നമുക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വിക്രം വേദനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു നാണം ചമ്മലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വിക്രം അങ്ങനെ നോക്കുന്ന കാണുമ്പോൾ അപ്പോൾ വേദ അങ്ങനെ കണ്ണ് എടുക്കുകയാണ് കേട്ടോ വിക്രമിൻ്റെ മുഖത്തുനിന്ന്. പക്ഷേ വേദ അങ്ങോട്ട് നോക്കുന്ന സമയത്തൊക്കെ വിക്രം വേദനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇറങ്ങി നടക്കുകയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട് അച്ഛന് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തത് ഭാഗ്യമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേദ പറയാണ് അത് തന്നെ, എന്തായാലും അച്ഛൻ ഇത്രയും കാലം വിക്രമിനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളൊരു വിഷമത്തിലാണ്, ആ ഒരു പാപഭാരം കൊണ്ടാണ് ശയന പ്രദർശനം നടത്തിയത് എന്ന് പറയാണ്. എന്തായാലും അച്ഛൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ വിക്രം പറയും ഞാനൊരിക്കലും കരുതിയിരുന്നില്ല ഇങ്ങനൊരു ദിവസം ഉണ്ടാവുന്നു, നടന്നതൊക്കെ ഞാൻ അച്ഛനോട് തുറന്നു പറയേണ്ട ഒരു അവസ്ഥ വരുന്നു എനിക്ക് അറിയില്ലായിരുന്നു പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്കത് ഉറപ്പായിരുന്നു, അച്ഛൻ നിങ്ങളോട് അത് ചോദിക്കുന്നു, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കാര്യം. ഇനിയിപ്പോൾ നിങ്ങളോട് അച്ഛൻ അത് ചോദിച്ചില്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ളൊരു അവസരം ഞാൻ ഒരുക്കുമായിരുന്നു, അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ നടന്നിരുന്നതെന്നൊക്കെ പറയും കേട്ടോ. അന്നേരം അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാണ്ടായി, അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് അതൊക്കെ തുറന്നു പറഞ്ഞത് എന്ന് പറയാം. അപ്പോൾ വേദ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത്, അതിൻ്റെ കാര്യമില്ല എന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ വിനായകേട്ടനാണത് ചെയ്തതെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ വേദ. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അപ്പോൾ വേദനോട് ചോദിക്കുന്നു നീ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല, പരിഗണിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് മൊത്തം കള്ളത്തരാണ്, നിങ്ങളെന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും നിങ്ങളെന്നെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല എന്നും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറയണതല്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ എനിക്ക് നിങ്ങളോട് ഇത്രയും അടുത്ത് പെരുമാറാൻ കഴിയില്ലായിരുന്നു, ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് ജീവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വിക്രം പറയണേ എൻ്റെ വായടുപ്പിക്കാനുള്ള നിന്റെ നാക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചെന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ഇത്രയും കാലം ജീവിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയാണ് വേദ. അങ്ങനെ വൈകുന്നേരം വിക്രം അച്ഛന് കഞ്ഞിയും വിനായകൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി കൊടുക്കാൻ പോകുമ്പോൾ അച്ഛൻ ഉറങ്ങാണെന്ന് പറയും. എന്നാലും ഞാൻ അച്ഛനൊന്ന് കാണട്ടെ, വേണ്ടടാ ഉറങ്ങുന്നുണ്ടെങ്കിൽ വിളിക്കണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞി മേടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അച്ഛനെ എഴുന്നേറ്റാൻ ചോദിക്കുകയാണ് കേട്ടോ. അതിന് ഞാൻ ഉറങ്ങാനല്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ വിനായകൻ പറയാം അല്ല കണ്ണടച്ച് എടുക്കണേണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാൻ കേട്ടോ.
വിനായകൻ വന്നിട്ട് മാഷിൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, ഇത്രയും കാലം ഞാൻ എൻ്റെ തീരുമാനങ്ങളാണ് ശരി എന്ന് കരുതിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായി. വിക്രം ഒരു തെറ്റ് ചെയ്തു, അവൻ ആ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചു. എന്തായാലും ആ തെറ്റ് ചെയ്തതല്ല, ആ തെറ്റ് അവനല്ല ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ ഇനി അതാരാണ് ചെയ്തത് എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്ന ചോദ്യം. അവൻ എന്നോട് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കരുതെന്ന്. പക്ഷേ എനിക്കതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന് മറ്റ് വിനായകൻ്റെ മുഖത്തേക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ വിനായകൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തായാലും പുറത്തുനിന്ന് ഒരാൾ അന്നത്തെ ദിവസം വീട്ടിൽ വന്നിട്ടില്ല. കോളേജിൽ ഒരാളും എൻ്റെ ബാഗിൽ അതങ്ങനെ വെക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ഒരാൾ തന്നെയായിരിക്കും അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വിനായകനെ നോക്കുകയാണേ. എന്നിട്ട് വിനായകനോട് പറയാണ്, നീയല്ല അത് ചെയ്തതെന്ന് സത്യം ചെയ്യാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം വിനായകനൊന്നും ഇടാതെ നിൽക്കുമ്പോൾ, എനിക്കറിയാം നീയല്ല അത് ചെയ്തതെന്ന് സത്യം ചെയ്യാൻ നിനക്ക് കഴിയില്ല എന്ന്. അങ്ങനെ വിനായകൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ കാണിച്ചിട്ടുള്ളത് വിനായകനെ നന്ദിനിക്കിനെ വിളിച്ച് പറയാണ് അച്ഛനെ കാണാനില്ല എന്ന്. അങ്ങനെ അച്ഛനെ കാണാനില്ല എന്ന് എല്ലാവരും അറിയാണ് കേട്ടോ. മാഷ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാവാണ്. അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കുകയാണ് മാഷ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും കൂടി അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. വിക്രമും അച്ഛനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ആ നേരത്തെ നന്ദിനി വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.